അധ്യാത്മരാമായണം യുദ്ധകാന്ഡം ദിവ്യൌഷധഫലം. ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ട് വണങ്ങി നോക്കും വിധൗ ഔഷധാവാസമൃഷഭാദ്രിയും കണ്ടിത് ഔഷധമൊന്നുമേ കണ്ടതുമില്ലല്ലോ. കാണാഞ്ഞു കോപിച്ചു പർവ്വതത്തെ പറിച്ചേണാംഗബിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നൻപോടു രാഘവൻ മുമ്പിൽ വെച്ച് ഇണ്ടൽ തീർത്തിടിനാൻ വമ്പടയ്ക്കന്നേരം. കൊണ്ടൽ നേർവർണ്ണനും പ്രീതി പൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും. ഔഷധത്തിൻ കാറ്റു തട്ടിയ നേരത്ത് ദോഷമകന്നെഴുന്നേറ്റിതെല്ലാവരും ഉന്നമിരുന്ന വണ്ണം തന്നെയാക്കണം. ഇന്നു തന്നെ ശൈലമില്ലൊരു സംശയം. അല്ലായിലെങ്ങനെ രാത്രിയും ചരബലം കൊല്ലുന്നിതെന്നരുൾ ചെയ്തോരനന്തരം കുന്നുമെടുത്തുയർന്നാൻ കവിപുങ്കവൻ വന്നാൻ അരനിമിഷം കൊണ്ട്. പിന്നെയും യുദ്ധേ മരിച്ച നിശാചരന്മാരുടൽ നക്തഞ്ചരേന്ദ്ര നിയോഗേന രാക്ഷസർ വാരാനിധിയിലിട്ടിടിനാരെന്നതു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം. മേഘനാദവധം. രാഘവന്മാരും മഹാകവിവീരരും ശോകമകന്നു തെളിഞ്ഞു വാഴും വിധോ മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ അർക്കതനയനും അങ്കദനും തഥാ. നിൽക്കരുതാരും പുറത്തിനി വാനരരൊക്കെ കടക്ക മുറിക്ക മതിലുകൾ വയ്ക്ക ഗൃഹങ്ങളിലൊക്കവേ കൊള്ളിയം വൃക്ഷങ്ങളൊക്കെ മുറിക്കാത്തെരുതരെ. കൂപതടാകങ്ങൾ തൂർക്ക കിടങ്ങുകൾ ഗോപുരദ്വാരാവധി നിരത്തിയിടുക. മിക്കതുമൊക്കെയൊടുങ്ങി നിശാചരർ ഉൾക്കരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ വെന്തു പൊറാഞ്ഞാൽ പുറത്ത് പുറപ്പെടും അന്തകൻ വീട്ടിനയക്കാമനുക്ഷണം എന്നതു കേട്ടവർ കൊള്ളിയും കൈക്കൊണ്ട് ചെന്നു തരുതര വെച്ചു തുടങ്ങിനാർ. പ്രാസാദ ഗോപുര ഹർമ്യഗേഹങ്ങളും കാസീസ് കാഞ്ചന രൂപ്യ താമ്രങ്ങളും ആയുധശാലകൾ ആഭരണങ്ങളും ആയതനങ്ങളും മജ്ജനശാലയും വാരണവൃന്ദവും വാജിസമൂഹവും തേരുകളും വെന്തു വെന്തു വീണിടുന്നു. സ്വർഗലോകത്തോളമെത്തി ദഹനനും ശക്രനോടങ്ങറിയിപ്പാനാകുലം. മാരുതി ചുട്ടതിലേറെ നന്നായി ചമച്ചോരു ലങ്കാപുരം പുതിയായി വന്നിത്. രാത്രിഞ്ചര സ്ത്രീകൾ വെന്താലറിപ്പാഞ്ഞും ആർത്തി മുഴുത്തു തെരുതിരച്ചാകയും. മാർത്താണ്ഡഗോത്രജനാകിയ രാഘവൻ കൂർത്തുമൂർത്തുള്ള ശരങ്ങൾ വഴിക്കയും ഗോത്രാരജിത്തും ജയിച്ചതും എത്രയും പാർത്തോളം അത്ഭുതമെന്ന് പറയുകയും. രാത്രിഞ്ചരന്മാർ നിലവിളി ഘോഷവും രാത്രിഞ്ചര സ്ത്രീകൾ കേഴുന്ന ഘോഷവും മാനവേന്ദ്രൻ ധനുർജാനാദ ഘോഷവും ആനകൾ വെന്തലറിയിടുന്ന ഘോഷവും വാനരന്മാർ നിന്നലറുന്ന ഘോഷവും ദീനത പൂണ്ട ദുരകങ്ങൾനാദവും സന്തതം തിങ്ങി മുഴങ്ങിച്ചമഞ്ഞത് ചിന്തമുഴുത്ത് ദിശാനന വീരനും കുംഭകർണാത്മജന്മാരിൽ മുമ്പുള്ളൊരു കുംഭനോട് നീ പോകെന്നു ചൊല്ലിനാൻ. തമ്പിയായുള്ള നികുംഭനും അന്നേരം മുമ്പിൽ ഞാനെന്നു മുതിർന്നു പുറപ്പെട്ടൻ. കമ്പനൻ താനും പ്രജംഘനും എത്രയും വൻപുള്ള യൂപാക്ഷനും ശോണിതാക്ഷനും വൻപോടും വൻപടയോടും പുറപ്പെട്ടു ചെന്നുള്ള ബിംബം കലർന്നെടുത്താൻ കവിവീരനും. രാത്രിയിലാർത്തങ്ങടുത്ത് ഒരു രാത്രിയഞ്ചരന്മാർ തിരതിരച്ചാകുകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ട് കവികളും ഗാത്രങ്ങൾ ഭേദിച്ചു ധാത്രിയിൽ വീഴുകയും
ഏറ്റുപിടിച്ചും അടിച്ചും ഇടിച്ചും അങ്ങേറ്റം കടിച്ചും പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറിച്ചു മരാമരം തൊറ്റുപോകായി എന്ന് ചൊല്ലി അടുക്കയും വാനര രാക്ഷസന്മാർ പൊരുതാർ അഭിമാനം നടിച്ചും ത്യജിച്ചും കളേബരം 4-5 നാഴിക നേരം പൊരുതപ്പോൾ കാലപുരിപുക്കിതേറ്റ രക്ഷോഗണം കമ്പനൻ വൻപോരെടുത്താനതു നേരം അമ്പുകൊണ്ടേറ്റമകന്നു കവികളും കമ്പം കലർന്നൊഴിച്ചാരതു കണ്ടത് ജംഭാരി നന്ദനപുത്രനും കോപിച്ചു കമ്പനൻ തന്നെ വധിച്ചോരനന്തരം ബിംബേ തുടർന്നങ്ങടുത്താൻ പ്രജംഘനും യൂപാക്ഷനും തഥാ ശോണിത നേത്രനും കോപിച്ചടുത്താരതു നേരം അംഗദൻ കൗണവന്മാർ മൂവരോടും പൊരുത് അതിക്ഷീണനായി വന്നിത് ബാലിതനയനും മൈന്ദനുമാശുവിധനുമായി തത്ര മന്ദേതരം വന്നഴുത്താരതു നേരം കൊന്നാൻ പ്രജംഘനെ തരേയനുമത് പിന്നെ യൗവണ്ണം വിവിധൻ മഹാബലൻ കൊന്നിത് ശോണിത നേത്രനേയുമത മൈന്ദനം യുവാക്ഷനെ കൊന്നു വീഴ്ത്തിനാൻ നക്തഞ്ചരവരന്മാരവർ 4 മൃത്യുപുരം പ്രവേശിച്ചോരനന്തരം കുംഭനണഞ്ഞു ശരം പൊഴിച്ചിടിനാൻ കൊമ്പനാം വാനരന്മാരൊക്കെ മണ്ടിനാർ സുഗ്രീവനും തേരിലമ്മാറു ചാടി വീണ് ഉഗ്രതയോടവൻ വിൽ കളഞ്ഞിടിനാൻ മുഷ്ടിയുദ്ധം ചെയ്ത നേരത്ത് കുംഭനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അബ്ധിയിൽ വാരാനിധിയും കലക്കി മറിച്ചതിഘോരനാം കുംഭൻ കരേറി വന്നിടിനാൻ സൂര്യാത്മജനും അത് കണ്ടു കോപിച്ച് സൂര്യാത്മജാലയത്തിനയച്ചിടിനാൻ സുഗ്രീവനഗ്രജനെ കൊന്ന നേരം അത്യുഗ്രൻ നികുംഭൻ പരിഘവുമായുടൻ സംഹാരരുദ്രനെപ്പോലെ രണാചിരെ സിംഹനാദം ചെയ്തെടുത്താനതു നേരം സുഗ്രീവനെ പിന്നിലിട്ട് വാതാത്മജനഗ്രേ ചെറുത്തൻ നികുംഭനെ തട്ടനെ മാരുതി മാറിലടിച്ചാൻ നികുംഭനും വായിൽ നുറങ്ങി വീണു തൽപരിഘവും ഉത്തമാംഗത്തെ പറിച്ചെറിഞ്ഞാൻ അതിക്രുദ്ധനായ ഒരു ജഗൽപ്രാണപുത്രനും പേടിച്ചു മണ്ടിനാർ ശേഷിച്ച രാക്ഷസർ കൂടെ തുടർന്നെടുത്താർ കവിവീരരും ലങ്കയിൽ പുക്കടച്ചാർ അവരും ചെന്ന് ലങ്കേശനോട് അറിയിച്ചാരവസ്ഥകൾ കുംഭാരികൾ മരിച്ചൊരു ദന്തം കെട്ട് ജംഭാരി വൈരിയും പേര് കൊണ്ടിടിനാർ പിന്നെ കരാത്മജനാം മകരാക്ഷനോട് അന്യൂന കോപേന ചൊന്നാൻ ദശാനനൻ ചെന്നു നീരാമാദികളെ ജയിച്ചിങ്ങ് വന്നിടുകെന്നത് നേരം മകരാക്ഷനും തന്നുടെ സൈന്യസമേതം പുറപ്പെട്ടു സന്നാഗമോടും അടുത്തു രണാങ്കണേ പന്നകതുല്യങ്ങളായ ശരങ്ങളെ അഗ്നികീലാകാരമായി ചൊരിഞ്ഞിടിനാൻ നിന്നുകൂടഞ്ഞു ഭയപ്പെട്ടു വാനർ ചെന്നഭയം തരികെന്നു രാമാന്തികയെ നിന്ന് പറഞ്ഞത് കേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴിയെ കുലച്ചുടൻ വില്ലാളികളിൽ മുമ്പുള്ളവൻ തന്നോട് നില്ലെന്നളഞ്ഞു ബാണങ്ങൾ തൂക്കിയിടിനാൻ ഒന്നിനൊന്നൊപ്പമെയ്താൻ മകരാക്ഷനും ഭിന്നമായി ശരീരം കമലാക്ഷനും അന്യോന്യമൊപ്പം പൊരുത് നിൽക്കും നേരമൊന്നു തുടർന്ന് ചമഞ്ഞു ഖരാത്മജൻ അപ്പോൾ കൊടിയും കുടിയും കുതിരയും നെൽപ്പാണി തന്നിലിരുന്നു ഒരു ചാപവും തേരും പൊടിപിടുത്താൻ എതിരാഘവൻ സാരഥി തന്നെയും കൊന്നാനതു നേരം വാരിലമ്മാറു ചാടി ശൂലവും കൊണ്ട് പാരമെടുത്ത മകരാക്ഷനെ എത്തതാ പാവകാസ്ത്രം കൊണ്ട് കണ്ടവും ഛേദിച്ച് ദേവകൾക്കാവത്തുമുട്ട് തീർത്തിയിടിനാൻ രാവണി താനതറിഞ്ഞു കോപിച്ചു വന്നേവരെയും പുരുതാശ പുറത്താക്കി രാവണനോടറിയിച്ചാനത് കേട്ട് ദേവകുലാന്തകനാകിയ രാവണൻ 7 ലോകം നടുങ്ങുമ്പടി പരിചാരകന്മാരോട് കൂടെ പുറപ്പെട്ടാൻ അപ്പോൾ അത് കണ്ട് മേഘനിനാഥനും തൽപാദയുഗ്മം പണിഞ്ഞു ചൊല്ലിയിടിനാൻ ഇപ്പോൾ അടിയൻ അരികളെ നിഗ്രഹിച്ച് ഉൾപ്പൂവിലുണ്ടായ സങ്കടം പോക്കുവൻ അന്തപുരം ബുക്കിരുന്നരുളിയിടുക സന്താപമുണ്ടാകരുത് ഇത് കാരണം യുദ്ധം പറഞ്ഞ പിതാവിനെ വന്നിച്ച് പൃഥ്വിരാജിത്തും പുറപ്പെട്ടു പോരിനായി യുദ്ധോദ്യമം കണ്ട് സൗമിത്ര ചെന്ന് കാകൽസ്ഥനോട് യുദ്ധമുണർത്തിച്ചരുളിനാൻ നിത്യം മറഞ്ഞു നിന്നിങ്ങനെ രാവണപുത്രൻ കപിവരന്മാരെയും നമ്മയും അസ്ത്രങ്ങളെയ്തുടൻ അന്തം വരുത്തുന്നത് എത്ര നാളേക്ക് പൊറുക്കുന്നുമിങ്ങനെ ബ്രഹ്മാസ്ത്രമേത് നിശാചരന്മാർ കുലപുന്മൂലനാശം വരുത്തുക സത്വരം
സൗമിത്രി ചൊന്ന വാക്കിങ്ങനെ കേട്ടത് രാമഭദ്രസ്വാമി താനും അരുൾ ചെയ്തു. ആയോധനത്തിങ്കലോടുന്നവരോടും ആയുധം പോയവരോടും വിശേഷിച്ച് നേരെ വരാതവരോടും ഭയം പൂണ്ട് പാതാന്തികെ വന്നു വീഴുന്നവരോടും വൈദാഹമഹാസ്ത്രം പ്രയോഗിക്കരുതല്ലോ, പാതകമുണ്ടാമതല്ലായെങ്കിലേവനും. ഞാനിവനോട് പോർ ചെയ്തവനെല്ലാവരും ദീനത എന്നിയെ കണ്ടു നിന്നിടുവൻ എന്നരുൾ ചെയ്ത വില്ലം കുഴച്ച് അന്തികെ സന്നദ്ധനായത് കണ്ടൊരു രാവണി തക്ഷണേ ചിന്തിച്ചു ലങ്കയിൽ പൊക്കുമായ സീതയെ തേരിൽ വെച്ചുരൻ പശ്ചിമഗോപുരത്തൂടെ പുറപ്പെട്ടു നിശ്ചലനായി നിന്ന നേരം കവികളും തേരിൽ മായ സീതയെ കണ്ടു ദുഃഖിച്ചു മാരുതി താനും പരവശനായത്. വാനരവീരരെല്ലാവരും കാണവേ ജാനകി ദേവിയെ വെട്ടിനാൻ നിർദ്ദയം. അയ്യോ വിഭോ രാമ രാമേതി വാവിട്ട് മയ്യൽ മിഴിയാൾ മിറവിളി കൊട്ടിനാൾ. ചോരയും പാരിൽ പരഞ്ഞത് കണ്ട് മാരുതി ജാനകി എന്ന് തേറിയിടിനാൻ. ശോഭയിൽ ഏറും നമുക്കിനി യുദ്ധത്തിന് ആപത്തിതിൽ പരമെന്തുള്ളത് ഈശ്വര, നാമിനി വാങ്ങുക സീതാവധം മമ. സ്വാമി തന്നോണർത്തിപ്പൻ കവികളെ ശാഖാമൃഗാധിപന്മാരെയും വാങ്ങിച്ച് ശോകാതുരനായ മാരുതനന്ദനൻ ചെല്ലുന്നത് കണ്ട് രാഘവനും തഥാ ചൊല്ലിനാൻ ജാമ്പവാൻ തന്നോട് സാകുലം. മാരുതി എന്തുകൊണ്ട് ഇങ്ങോട്ട് പോന്നത് പോരിൽ പുറം തിരിഞ്ഞിടുമാറില്ലവൻ, നീ കൂടെ അങ്ങു ചെന്നീടുക സത്വരം. ലോകേശനന്ദന പാർക്കരുതേ തുമ്മേ യുദ്ധമാകർണ്യ ഗീതിസുതനും കവിസത്തവന്മാരും അയച്ചെന്നൊരു കുതിരം എന്തുകൊണ്ടിങ്ങ് വാങ്ങിപ്പോന്നത് ഭവാൻ, ബന്ധമെന്തങ്ങോട്ട് തന്നെ നടക്ക നീ എന്ന നേരം മാരുതാത്മജൻ ചൊല്ലിനാൻ ഇന്ന് പേടിച്ചു വാങ്ങിയിടുകയല്ല ഞാൻ. ഉണ്ടൊരവസ്ഥയുണ്ടായിട്ടതിപ്പോഴേ ചെന്ന് ജഗൽ സ്വാമിയോട് ഉണർത്തിക്കണം പോരുക നീയും ഇങ്ങോട്ടിനി എന്നുടൻ മാരു ചെന്നത് കേട്ടവൻ താനുമായി ചെന്നു തൊഴുതുണർത്തിച്ചു മൈഥിലി തന്നെ നാശവൃത്താന്തമെപ്പേരുമേ ഭൂമിയിൽ വീണ് മോഹിച്ച് രഘുത്തമൻ സൗമിത്രി താനും അന്നേരം തിരുമടി ചെന്ന് മടിയിലെടുത്ത് പോർ ചേർത്തിടിനാൻ മന്നവൻ തൻ പദമഞ്ജനാപുത്രനും മൃസംഗസിമ്മിനെ ചേർത്താൻ അത് കണ്ട് നിസ്സജ്ഞരൊക്കെ നിന്നു കവികളും ദുഃഖം കടുപ്പതിനായുള്ള വാക്കുകളൊക്കെ പറഞ്ഞു തുടങ്ങി. കുമാരനും എന്തൊരു ഘോഷമുണ്ടായതെന്ന് ആത്മനെ ചിന്തിച്ചവിടേക്ക് വന്നു വിഭീഷണൻ ചോദിച്ചു. നേരം കുമാരൻ പറഞ്ഞത് മാതൃശ്വാത്മജൻ ചെന്ന വൃത്താന്തങ്ങൾ കയ്യന കൊട്ടിച്ചിരിച്ചു വിഭീഷണൻ. അയ്യോ കുരങ്ങന്മാരെന്തറിഞ്ഞു ഇപ്പോ, ലോകേശ്വരിയായ ദേവിയെ കൊല്ലുവാൻ ലോകത്രയത്തിങ്കലായിരമുണ്ടായി വരാ. മായാനിമടനാം മേഘനിനാഥൻ ഇക്കാര്യം അനുഷ്ഠിച്ചതെന്തിനെന്നാശുകൾ മർക്കടന്മാർ ചെന്ന് ഉപദ്രവിച്ചിടാതെ. തെക്കത്തിലാശു കുമ്പരയിൽ ചെന്ന് കുക്കുടൻ ചന്ദ്ര ഹോമം കഴിപ്പതിനായിക്കൊണ്ട് കണ്ടോ ഒരു പായമത്യത്ഭുതം. ചെന്നിനി ഹോമം മുടക്കണമല്ലായെങ്കിൽ എന്നും അവനെ വധിക്കരുതാർക്കുമേ രാഘവ. സ്വാമിൻ ജയ ജയ. മാനസവ്യാകുലം തീർന്നെഴുന്നേൽക്ക ദയാനിധേ. ലക്ഷ്മണനും അടിയനും കവികുലമുഖ്യപ്രവരുമായിട്ട് പോകണം. ഒട്ടുകാലം കളഞ്ഞിടരുതേതുമേ യാത്രയക്കണമെന്ന് വിഭീഷണൻ ചെന്ന് കേട്ടുള്ള ആലസ്യവും തീർന്ന് മന്നവൻ പോവാൻ അനുജ്ഞ നൽകിയിടിനാൻ. വസ്തുവൃത്താന്തങ്ങളെല്ലാം ധരിച്ചു നേരത്ത് കൃതാർത്ഥനായ ശ്രീരാമഭദ്രനും സോദരൻ തന്നെയും രാക്ഷസ പുങ്കുവ സോദരൻ തന്നെയും വാനരന്മാരെയും ചെന്ന് ദശഗ്രീവനന്ദനൻ തന്നെയും കൊന്നുവരികെന്ന് അനുഗ്രഹം നൽകിനാൻ. ലക്ഷ്മണനോട് മഹാകവിസേനയും രക്ഷാഭരണം നടന്ന ആരത് നേരം മൈന്ദൻ വിവിധൻ സുഷേണൻ നളൻ നീലൻ ഇന്ദ്രാത്മജാത്മജൻ കേസരിധാരണൻ സൂര്യൻ വൃഷൻ പശരവൻ വിനദനം വീരൻ പ്രമാധി ശതബലി ജാമ്പവാൻ വാദാത്മജൻ വേഗദർശി വിശാലനും ജ്യോതിർമുഖൻ സുമുഖൻ ബലിപുങ്കവൻ ശ്വേതൻ രതിമുഖൻ അഗ്നിമുഖൻ ജഗൻ നേതരൻ ധൂമ്രൻ ഗവേൻ ഗവാറ്റനും മറ്റും ഇത്യാദി ചൊല്ലുള്ള കവികളും ഒറ്റും നടന്നത്. ലക്ഷ്മണൻ തന്നോടും മുന്നിൽ നടന്നു ഭീഷ്മൻ താനുമായി ചെന്ന് നികുംഭിലപൊക്ക് നിറഞ്ഞത് നഗ്നരന്മാരും ചുഴലവേ നിർത്തി ഹോമം തുടങ്ങിനാൻ. രാവണി കല്ലും മലയും മരവും എടുത്തുകൊണ്ട് എല്ലാവരുമായി എടുത്ത് കവികളും ഏറ്റുമേറും കൊണ്ട് വീണു തുടങ്ങിനാൻ. അറ്റമില്ലാതോരോ രാക്ഷസവീരരും വെട്ടുകയില്ല ഹോമം നമുക്കിങ്ങിനെ. പറ്റുള്ള രച്ചറ്റകറ്റിയൊഴിഞ്ഞെന്ന് കൽപ്പിച്ച് രാവണി വില്ലും ശരങ്ങളും കൽപ്പോടടുത്ത് പോരിനാടടുത്തിടിനം. മുമ്പിൽ വേഗം കൊണ്ടിടക്കുന്ന മാരുതി സമ്പൂർണ്ണൻ തന്നെ തടുത്ത് നിർത്തിയിടിനൻ. വന്നികുംഭലെ ആൽത്തറമേലേറി നിന്ന് ശാനനപുത്രനം നേരം കണ്ടു വിഭീഷണൻ സൗമിത്രി തന്നോട് തൊണ്ടത തീർത്ത് പറഞ്ഞു തുടങ്ങിനാൻ. വീര കഴിഞ്ഞില്ല ഹോമം ഇവനെങ്കിൽ നേരെ വെളിച്ചത്ത് കണ്ടുകൂടാതിടം. മാരുതനന്ദനൻ തന്നോട് കോപിച്ച് നേരിട്ട് വന്നത് കണ്ടതില്ലേ ഭവാൻ. വൃത്തിസമയമെടുത്തിവനിനി യുദ്ധം തുടരുക വൈകരുതേതുമേ. യുദ്ധം വിഭീഷണൻ ചെന്ന നേരത്ത് സൗമിത്രിയും അസ്ത്രശസ്ത്രങ്ങൾ തൂകിയിടിനാൻ.
പ്രത്യസ്ത്ര ശസ്ത്രങ്ങൾ കൊണ്ട് തരുത്ത് ഇന്ദ്രജിത്ത് അത്യർത്ഥമസ്ത്രങ്ങളെ തീടിനൻ. അപ്പോൾ കഴുത്തിലെടുത്ത് മരൽസുതൻ ഉൽപ്പന്നമോദം കുമാരനെ സാദരം ലക്ഷ്മണപാർശ്വേ വിഭീഷണനെ കണ്ട് തക്ഷണം ചെന്നാൻ ദശാനനപുത്രനും. രാക്ഷസജാതിയിൽ വന്നു പിറന്ന നീ സാക്ഷാൽ പിതൃവ്യനല്ലോ മമ കേവലം. പുത്രമിത്രാദിവർഗത്തെ എടുക്കുവാൻ ശത്രുജലത്തിനും ഭൃത്തിനായി ഇങ്ങനെ നിത്യവും വേല ചെയ്യുന്നതവർ തീടിനാർ. എത്രയും നന്നെത്രേ ചൊല്ലാവതും ഗോത്രവിനാശം ജനങ്ങൾക്ക് വാർത്ത കണ്ടോളം ഗതിയില്ല നിർണയം. ഊർത്തലോകപ്രാപ്തി സന്ധതയെ കൊണ്ടത്രേ സാധ്യമാകുന്നതെന്നതല്ലോ ബുദ്ധമതം. ശാസ്ത്രജ്ഞനാം നീ കുലത്തെ ഒടുക്കുവാനാസ്തയ വേല ചെയ്യുന്നത് അത്യത്ഭുതം എന്നത് കേട്ട വിഭീഷണൻ ചൊല്ലിനാൻ. നന്നു നീയും നിൻ പിതാവും അറിക നീ വംശം മുടിക്കുന്നതിന് നീ അതുമേ സംശയമില്ല വിചാരിക മനസ്സേ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവനിന്ന് ഞാൻ ആശും അംശുമാലിയേ കുലജാതനുഗ്രഹാൽ. വംശത്തെ രക്ഷിച്ചു കൊള്ളുവനിന്ന് ഞാൻ അംശുമാലിയേ കുലനായക അനുഗ്രഹാൽ. ഇങ്ങനെ തമ്മിൽ പറഞ്ഞു നിൽക്കുന്നേരം മങ്ങാതെ ബാണം കൊണ്ടുപോയി കുമാരനും എല്ലാം അത് മുറിച്ചു കളഞ്ഞത് ചൊല്ലിനാൻ ആശു സൗമിത്രി തന്നോടവൻ. 2 ദിനം മമ ബാഹുപരാക്രമം കണ്ടതില്ലേ നീ കുമാര വിശേഷിച്ചും കണ്ടുകൊൾക്കല്ലായികൽ ഇന്ന് ഞാൻ നിന്നുടൽ കൊണ്ട് ജന്തുക്കൾക്ക് ഭക്ഷണമേകുവൻ. യുദ്ധം പറഞ്ഞേഴ് ബാണങ്ങളെ കൊണ്ട് സൗമിത്രിയുടെ ഉടൽ കയറി നാനറ്റവും 10 ബാണം വായുപുത്രനേൽപ്പിച്ചത്. സത്വരം പിന്നെ വീരൻ തന്നെയും 100 ശരമേത് വാനരവീരരും ഏറെ മുറിഞ്ഞു വശം കെട്ടു വാങ്ങിനാർ. തക്ഷണേ ബാണം മഴപടിയും മണ്ണം ലക്ഷ്മണൻ തൂകിനാൻ. ചക്രാരി മേനിമേൽ വൃത്രാജിയത്തും ശരസഹസ്രേണ സൗമിത്രി കവചം മുറുക്കിയിട്ടിരുന്നാൻ. രക്താഭിഷിക്ത ശരീരികളായത് നക്തഞ്ചരനും സുമിത്രാതനയനും പാരമെടുത്ത് 5 ബാണം പ്രയോഗിച്ച് തേരം പൊടിച്ച് കുതിരകളെ കൊന്ന് സാരഥി തൻ്റെ തലയും മുറിച്ചത് വിസ്താരനായൊരു വില്ലും മുറിച്ചിടിനാൻ. മറ്റൊരു ചാപ്പെടുത്ത് കുലച്ചവൻ അറ്റമില്ലാതോളം ബാണങ്ങൾ ഊകിനാൻ. പിന്നെ 3 അമ്പെയ്തതും മുറിച്ചിടാൻ. മന്നവൻ പങ്ക്തി കണ്ടാൻ മജൻ അന്നേരം ഊറ്റമായൊരു വില്ലും കുഴിയെ കുലച്ചേറ്റമെടുത്ത് ബാണങ്ങൾ ഊകിയിടാൻ. സത്രം ലങ്കയിൽ പുക്കുതേരും പൂട്ടി വിദ്രുതം വന്ന് രാവണപുത്രനും ആര് പറഞ്ഞില്ല പോയതും വന്നതും നാരദൻ താനും പ്രശംസിച്ചു തന്നേരം ഘോരമായുണ്ടായ സങ്കരം കണ്ടൊരു സാരസംഭവനാദികൾ ചൊല്ലിനാ. പണ്ട് ലോകത്തിങ്കൽ ഇങ്ങനെയുള്ളവോരുണ്ടായതിൽ ഇനിയും ഉണ്ടാകയില്ലതോ. കണ്ടാലും ഈ ദൃശം വീരപുരുഷന്മാരുണ്ടോ ജഗത്തിൽ മറ്റിവനെപ്പോലെ. ഇത്തം പലരും പ്രശംസിച്ചു നിൽക്കുന്നതിൽ മധ്യേ ദിവസത്രയും കഴിഞ്ഞു. പുരുഷം വാസനം 3 കഴിഞ്ഞൊരനന്തരം വാസവ ദൈവതം അസ്ത്രം കുമാരൻ രാഘവൻ ചേർന്ന് കൊരേണ സന്ധിപ്പിച്ച്. രാഘവൻ തൻ പദാംഭോരുഹം മനസ്സ ചിന്തിച്ചുറപ്പിച്ചയച്ച അനചെന്ന് പങ്ക്തി കണ്ടാത്മജൻ കണ്ടവൻ ഛേദിച്ച് സിന്ധുജലത്തിൽ മുഴുകി വിശുദ്ധമായ അന്തരാതോണിയിൽ വന്നു പൊക്കു ശരം. ഭൂമിയിൽ വീണത് രാവണി തന്നെ ലാമയം തീർന്നിത് ലോകവും ത്രയത്തിനും. സന്തുഷ്ടമാനസന്മാരായ ദേവകൾ സന്തതം സൗമിത്രിയെ സ്തുതിച്ചിടിനൻ. പുഷ്പങ്ങളും വർഷിച്ച അതിനുടനെ അപ്സരസ്ത്രീകളും നൃത്തം തുടങ്ങിനാൻ. നേത്രങ്ങളായിരം തിളങ്ങിയതാം ഗോത്രാരിതാനും പ്രസാദിച്ചത് ഏറ്റവും താപമകന്ന് പുകഴ്ന്നു തുടങ്ങിനാർ. താപസന്മാരും ഗഗനചരന്മാരും തുന്തുപിനാദവും ഘോഷിച്ചത് ഏറ്റവും ആനന്ദിച്ചത് വിരിഞ്ചനും. അന്നേരം ശങ്കാവിഹീനം ഞാണൊലിയിട്ട് ശംഖം വിളിച്ചുരൻ സിംഹനാദം ചെയ്ത് വാനരന്മാരുമായി വേഗേന സൗമിത്രി മാനവേന്ദ്രൻ ചരണാരംഭുജം ഗോപ്പിനാൻ. ഗാഠമായ ആലിംഗനം ചെയ്ത് രാഘവൻ ഉടമതം മുഖർന്നിടിനാൻ. മൂർധനി ലക്ഷ്മണനോട് ചിരിച്ചരുളി ചെയ്തു. ദുഷ്കരം എത്രയും നീ ചെയ്ത കാര്യം. രാവണ യുദ്ധം മരിച്ചത് കാരണം രാവണൻ താനും മരിച്ചാൻ അറിയ നീ. ക്രുദ്ധനായി നമ്മോട് യുദ്ധത്തിനായി വരും പുത്രശോകത്താലിനി ദശഗ്രീവൻ.